നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ കഥ പകുതിയേ ആയിട്ടുള്ളൂ എന്ന് മുഖ്യപ്രതി പൾസർ സുനി. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലുവയിലെ VIP പറയട്ടെ എന്നും സുനി പറഞ്ഞു. സുനിയെ ഓഗസ്റ്റ് 1 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ കൂടുതൽ പ്രതികൾ കുടുങ്ങുമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ ആളൂരും വ്യക്തമാക്കി. സുനിയുടെ ജാമ്യാപേക്ഷ 20-ന് പരിഗണിക്കും. 25-ന് രഹസ്യമൊഴി നൽകുന്നതിനുള്ള അപേക്ഷയും സുനിയുടെ അഭിഭാഷകൻ സമർപ്പിക്കും. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെയാണ് പൾസർ സുനിയെയും മറ്റ് 6 പ്രതികളെയും അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. കഥ പകുതിയായിട്ടുള്ളൂവെന്ന് കോടതിയിലേക്ക് കയറും മുൻപ് പൾസർ സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. ഓഗസ്റ്റ് 1-ാം തീയതി വരെ സുനിയുടെ റിമാൻഡ് കാലാവധി കോടതി നീട്ടി. സുനിയുടെ അഭിഭാഷകൻ സമർപ്പിച്ച ജാമ്യാപേക്ഷ 20-ാം തീയതി കോടതി പരിഗണിക്കും. രഹസ്യമൊഴി നൽകാനുള്ള സുനിയുടെ അപേക്ഷ 25-ാം തീയതി സമർപ്പിക്കും. അതേസമയം കേസിൽ കൂടുതൽ പ്രതികൾ കുടുങ്ങുമെന്ന് അഭിഭാഷകനായ ആളൂർ പറഞ്ഞു. ഇനിയും പല പ്രതികളും ഈ കേസിൽ ഉൾപ്പെടുമെന്നുള്ളതും അറസ്റ്റുകൾ രേഖപ്പെടുത്തുമെന്നുള്ളതും വിശ്വസിക്കുന്നു. അതനുസരിച്ച് കേസ് മുന്നോട്ട് പോകും. കേസ് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കേസ് ട്രയൽ ലെവലിലേക്ക് ജില്ലാ സെഷൻ കോടതിയിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ജാമ്യം കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ, കൊടുക്കാത്ത അവസ്ഥയാണെങ്കിൽ എത്രയും വേഗം ട്രയൽ നടത്തി കേസ് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു പരിഗണന കൂടി പ്രതികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലുവ ജയിലിൽ കിടക്കുന്ന VIP പറയട്ടെ എന്ന് സുനി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസിൽ താൻ നിരപരാധിയാണെന്നും ആർക്കും മൊബൈൽ ഫോൺ നൽകിയിട്ടില്ലെന്നും മറ്റൊരു പ്രതിയായ വിഷ്ണുവും പ്രതികരിച്ചു. ഞാൻ ആർക്കും ഫോണൊന്നും കൊടുത്തിട്ടില്ല. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ കൂടുതൽ പേർ പിടിയിലാവുമെന്ന സൂചനയാണ് പൾസർ സുനി നൽകുന്നത്. അതേസമയം അടുത്ത ദിവസം സുനി നൽകുന്ന രഹസ്യമൊഴിയിൽ ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. 2011-ൽ മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സുനിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പോലീസ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. സംഭവത്തിൽ സുനിയുടെ സഹായി കോതമംഗലം സ്വദേശി എബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തും. 2011-ൽ മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ കേസിലാണ് പൾസർ സുനിയുടെ സഹായി എബിൻ പിടിയിലായത്. കോതമംഗലത്ത് നിന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇയാളെ പിടികൂടിയത്. നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന ടെമ്പോ ട്രാവലറിലെ ക്ലീനറാണ് എബിൻ. സുനിക്കും എബിനും പുറമെ മറ്റു 2 പേർ കൂടി കേസിൽ പ്രതികളാണ്. കഴിഞ്ഞ ദിവസം ജോണി സാഗരിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. സുനിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ സമർപ്പിക്കും. 4 ദിവസത്തേക്കായിരിക്കും സുനിയെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആയുർവേദ ആശുപത്രിയിൽ കഴിയുന്ന നടിയുടെ മൊഴി അടുത്ത ദിവസം പോലീസ് രേഖപ്പെടുത്തും. തിരുവനന്തപുരത്തെ ഇവരുടെ വീട്ടിലെത്തിയായിരിക്കും പോലീസ് മൊഴിയെടുക്കുക. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ആളൂർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, കുഞ്ഞു മൊയ്തീൻ കുട്ടി, മുൻ DIG VS സുനിൽകുമാർ, കൃഷിമന്ത്രി PC ജോർജ്, MLA ബൈജു കൊട്ടാരക്കര തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം PC ജോർജ്, കഥ പകുതിയായിട്ടുള്ളൂ എന്നാണ് പൾസർ സുനി പറയുന്നത്. താൻ ഫോൺ കൈമാറിയിട്ടുണ്ടോ എന്നും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും ആലുവയിലെ VIPയോട് ചോദിക്കണമെന്നും പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ ഇത് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രശ്നം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോട്ടയം പ്രസ് ക്ലബില് ഞങ്ങളുടെ പത്രം, ഞാനിപ്പോ സാക്ഷിയുടെ മുഴുവൻ പത്രക്കാരാ, ചാനലിലെല്ലാം നമ്മുടെ നേഴ്സിന്റെ ചാനൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൾസർ സുനിയുടേതായിട്ട് ഇനിയും കുറ്റക്കാരോ പ്രതികളുണ്ടോ എന്ന് VIP പറയും, ആലുവയിലെ VIP പറയും. ഒരു ചാനൽ മാത്രം കാണിച്ചതെന്നറിയാവോ? ആലുവയിലെ ജയിലിൽ കിടക്കുന്ന VIP പറയുന്നു. അപ്പൊ ഇത് ഏതാ ശരി? ഒരു ചാനൽ പറഞ്ഞതാണോ ശരി, ബാക്കി ചാനൽ മുഴുവൻ പറഞ്ഞതാണോ ശരി? അത് ദിയേഷ് ഒന്ന് സത്യം പറയാമോ? ഇവൻ പറഞ്ഞത് എന്താ? ഇവൻ പറഞ്ഞതായിട്ട് മറ്റു ചാനൽ മുഴുവൻ കാണിക്കുന്നത് ആലുവയിലെ VIP പറയും. ഒരു ചാനൽ മാത്രം, അതായത് ആ ചാനലാണ് സ്ഥിരമായിട്ട് ഈ നമുക്കിപ്പോ ചാനൽ ബദ്ധമല്ല കഥ ഇടവേളയ്ക്ക് ശേഷം എന്ത് എന്നുള്ളതാണ്. ഞാൻ സമ്മതിച്ച് നമ്മളെ വാർത്താ മാധ്യമങ്ങൾ എങ്ങനെ നിൽക്കുന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭൂരിപക്ഷം ചാനലും പറഞ്ഞാലും ഈ ആലുവയിലെ VIP പറയും എന്ന് ആ വൃത്തികെട്ടവൻ പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇടവേളയ്ക്ക് ശേഷം കഥ എന്താകുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? എല്ലാ പ്രേക്ഷകർക്കും ഇടവേളയ്ക്ക് ശേഷം എന്തായിരിക്കുമെന്നത് സംബന്ധിച്ച് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. താങ്കളുടെ ഐഡിയ എന്താണ്? ഈ 2011 ഈ ഒരു സിനിമാ നടിയെ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് അവന്റെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിട്ട് 2 കൊല്ലമായിട്ട് ഇവരെന്താ ഇത് ഓടി നടന്നത്? ഇവനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ഇപ്പോഴാണോ തോന്നുന്നത്? അതല്ലല്ലോ ചോദ്യം. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ആളൂർ, താങ്കൾ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം?
സുനി പറയുന്ന കൂടുതൽ അറസ്റ്റ്, സുനി പറയുന്ന കഥ പകുതി എന്ന് പറയുന്നതൊക്കെ അതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പല വ്യക്തികളുടെയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ പോക്ക് കണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം യഥാർത്ഥമായിട്ടുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള പലരെയും മറ്റ് ചില ഇടപാടുകൾ നടത്തിയവരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ഒരു പക്ഷേ പോലീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കേസിൻ്റെ നിലനിൽപ്പിനോ അല്ലെങ്കിൽ കേസിൻ്റെ ഭാവിയിലുള്ള പരിസമാപ്തിക്കോ ഒരു ശിക്ഷ പ്രതികൾക്ക് വാങ്ങിച്ചു കൊടുക്കാനോ ഒരു പക്ഷേ ഈ അറസ്റ്റ് വേണ്ടിവരും. എന്നാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചിലവരെ സാക്ഷികളാക്കാനും അതുപോലെ തന്നെ കേസ് കൂടുതൽ ബലപ്പെടുത്താനും ഒരു പക്ഷേ പോലീസ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഒരു വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയുക. ഒന്ന്, സുനി പറയുന്നു കഥ പകുതിയേ ആയിട്ടുള്ളൂ എന്ന്. രണ്ട്, കൂടുതൽ പ്രതികളുണ്ടോ എന്ന ചോദ്യത്തിന് അത് ആലുവയിൽ കിടക്കുന്ന VIP-യോട് ചോദിക്കുക എന്നാണ് പറയുന്നത്. ആളൂര് സുനിയുടെ അഭിഭാഷകനാണല്ലോ. എൻ്റെ ചോദ്യം എന്താണ് ഈ രണ്ടാം ഭാഗം? ആരാണ് ഈ കൂടുതൽ പ്രതികൾ? ആ രണ്ടാം ഭാഗത്തിൻ്റെ അന്വേഷണമാണല്ലോ ദിലീപ് എന്ന് പറയുന്ന നടനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ പോലീസിന് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ ഈ അന്വേഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തമായ രൂപരേഖയിലൂടെ സഞ്ചരിക്കേണ്ടത് പോലീസാണ്. അതാണ് രണ്ടാം ഘട്ടത്തിലേക്ക് VIP എന്ന് പറയുന്ന വ്യക്തി പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ സുനിയെ ഒരുമിച്ച് ചോദ്യം ചെയ്യാത്തത് കൊണ്ട് അത് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ രണ്ടാം ഭാഗത്തിൻ്റെതായി കൂട്ടി വായിച്ചാൽ ഒരു പക്ഷേ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് സുനി പറയുന്നു. അത് സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്ത് പുറത്തേക്ക് വരാൻ വേറെ പ്രതികൾ ഉണ്ടോ? അതുതന്നെയാണല്ലോ ഈ രണ്ടാം ഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ പുതിയ പ്രതികളെ അല്ലെങ്കിൽ പുതിയ വ്യക്തികളെ കൊണ്ടുവരേണ്ടത് അന്വേഷണത്തിലൂടെ പോലീസാണ്. സത്യം കണ്ടെത്തേണ്ടത് പോലീസാണ്. പോലീസിന് സത്യം കണ്ടെത്താൻ താല്പര്യമില്ലെങ്കിൽ, യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ചർച്ചയ്ക്കും മറ്റു വിധത്തിലുള്ള നിഗമനങ്ങൾക്കും യാതൊരു അർത്ഥവുമില്ലാതെ പോകും. നോക്കൂ, ഇതിനകത്ത് ദിലീപിനാണ് ഈ നടിയെ ഈ നിലയിൽ മാനഭംഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുനിയെ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പോലീസ് ഇതുവരെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രതീതി. ഇനി ദിലീപിൻ്റെ ഭാഗത്ത് സ്വാഭാവികമായും ദിലീപിൻ്റെ സഹായികളായി പ്രവർത്തിച്ചവർ, ദിലീപിനെ മറ്റു രീതിയിൽ ദിലീപിനെ സഹായിക്കേണ്ടവർ അവരൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ദിലീപിനും അപ്പുറത്തേക്ക് വലിയ സ്രാവുകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല ചിത്രത്തിൽ. പക്ഷെ ഒരർത്ഥത്തിൽ ദിലീപ് ഒരു കാര്യം ഒരു പക്ഷേ സുനിയോട് പറഞ്ഞു, സുനി അത് എക്സിക്യൂട്ട് ചെയ്ത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യമെങ്കിൽ, അതാണ് കേസെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് മറ്റുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ സഹായം ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തി തേടണം? അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം, ഒരു സത്യം മറഞ്ഞു നിൽക്കുന്നു. ഒരു സിനിമാ നടനെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യവസായി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു പക്ഷേ നേരിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെട്ടെന്നിരിക്കാം. ആ സഹായത്തിൻ്റെ പരിസമാപ്തി എന്നോണം ഒരു പക്ഷേ ഇനിയും പല സിനിമാ രംഗത്തുള്ളവരോ സംവിധാനമായി രംഗപ്പെട്ടുള്ളവരോ മറ്റുള്ളവരും പലരും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സുനി സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ അങ്ങനെ സംശയം ഒരു പക്ഷേ ജനങ്ങൾ വിചാരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അങ്ങനെയുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടിയിരുന്നത്. അത് എന്തു വന്നാലും ദിലീപ് എന്ന് പറയുന്ന നടനിൽ ഊന്നിക്കൊണ്ടായിരിക്കും. നോക്കൂ, അപ്പോൾ പൾസർ സുനി സമ്മതിക്കുകയാണ് താൻ ഈ നടിയെ മാനഭംഗപ്പെടുത്തിയത് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, ദിലീപിൻ്റെ ഗൂഢാലോചന പ്രകാരമാണ് എന്ന്. അതുകൊണ്ടാണല്ലോ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് VIP-യോട് ചോദിക്കണം എന്ന് പൾസർ സുനി പറയുന്നത്. നോക്കൂ, ഇവിടെ പോലീസിന് വ്യത്യസ്ത വാദങ്ങളുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരിക്കലും ഈ ചർച്ചയിലോ അല്ലെങ്കിൽ ഏതൊരു ഇന്റർവ്യൂയിലോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സുനിയാണ് കുറ്റം ചെയ്തതെന്ന്. അതാണ് പോലീസിന്റെ ആരോപണം എന്നാണ് ഞാൻ പറയുന്നത്. ആ ആരോപണമാണ് പോലീസ് തെളിയിക്കേണ്ടത്. അതിന് സാക്ഷികൾ വേണം, തെളിവുകൾ വേണം, സാഹചര്യ തെളിവുകൾ വേണം, അതുപോലെ തന്നെ ഫോറൻസിക് തെളിവുകൾ വേണം, മറ്റെല്ലാം മെറ്റീരിയൽ എവിഡൻസുകൾ വേണം. ഏതടിസ്ഥാനത്തിലാണ് പിന്നെ പറഞ്ഞേ? അല്ല, താങ്കൾ പറഞ്ഞല്ലോ കൂടുതൽ പ്രതികൾ ഉണ്ടാകാമെന്ന് ഗൂഢാലോചന. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറഞ്ഞേ? ഇപ്പോൾ ഇത്
അഡ്വക്കേറ്റ് ആളൂർ, താങ്കൾ പറഞ്ഞല്ലോ കൂടുതൽ പ്രതികൾ ഉണ്ടാകാമെന്ന്. എന്തിന്റെ നിഗമനത്തിൽ അങ്ങനെ പറഞ്ഞേ? ഗൂഢാലോചനയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാം എന്ന് ആദ്യം നികേഷ് ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഒരു ഉത്തരം പറഞ്ഞു. ഈ പ്രതികൾ ഉണ്ടാകാമെന്ന് ഏത് അടിസ്ഥാനത്തിലാണ്, എന്ത് നിഗമനത്തിലാണ് ഇത് പറഞ്ഞത്? പോലീസ് പറഞ്ഞതാണോ ഇത്? ഞാൻ പോലീസ് പറഞ്ഞു എന്നും പറഞ്ഞില്ലല്ലോ. പോലീസിന് ഗൂഢാലോചനയിൽ ഒരുപാട് പ്രതികളുണ്ടെന്ന് പോലീസ് തന്നെയല്ലേ പറഞ്ഞത്? അല്ല, താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അഡ്വക്കേറ്റ് ആളൂർ താങ്കൾ പറഞ്ഞ കാര്യം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. താങ്കൾ പറഞ്ഞത് കൂടുതൽ പ്രതികൾ ഉണ്ടാകാം. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത്? അപ്പൊ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഇല്ലെന്ന്? അതാണല്ലോ ഈ ചോദ്യത്തിന്റെ അർത്ഥം. അല്ല, എന്റെ ജോലിയല്ല. താങ്കൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടോ എന്നാണോ പറയുന്നത്? അല്ല, പ്രതികളുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് എന്റെ ജോലിയല്ല. പ്രതികൾക്ക് വേണ്ടിയുള്ള ആളുമല്ല ഞാൻ. താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഈ ഗൂഢാലോചനയിൽ പൾസർ സുനി പറഞ്ഞു കൂടുതൽ പ്രതി ഉണ്ടാകുന്ന സൂചന നൽകുമ്പോൾ താങ്കൾ പറഞ്ഞു ഉണ്ടാകാം. പൾസർ സുനി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണല്ലോ ഈ കാര്യങ്ങളെല്ലാം. അദ്ദേഹത്തിന്റെ അഭിഭാഷകനല്ലേ താങ്കൾ? അദ്ദേഹത്തിന്റെ അഭിഭാഷകനല്ലേ താങ്കൾ? ഞാനാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണമെന്നില്ലല്ലോ. നോക്കൂ അഡ്വക്കേറ്റ് ആളൂർ, ഇവിടെ ഇനിയും കഥ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇനിയും പ്രതികൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന സൂചന പൾസർ സുനി നൽകുമ്പോൾ പോലീസ് ദിലീപിൽ മാത്രം നിന്നാൽ പോരാ എന്നുള്ളതല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോലുള്ളവർ? തീർച്ചയായിട്ടും അത് തന്നെയാണ് എൻ്റെ മാന്യ അദ്ദേഹത്തിനോടും അഭിഭാഷകനായ അദ്ദേഹത്തിനോടും ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ ഞാൻ എന്ത് നിഗമനം, ഞാൻ എന്താ സർവസ്വരൂപിയായ ദൈവമാണോ ഇന്നത് ആളുകളാണ് ഇന്ന ആളുകളാണെന്ന് ഈ കാര്യങ്ങളെ വിവേചിച്ചറിയാൻ? ഒരു കേസിൻ്റെ അന്വേഷണം പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇതിൽ എത്ര പ്രതികളുണ്ട്, ഇതിൽ ഗൂഢാലോചന ആരെല്ലാം നടത്തി, അല്ലെങ്കിൽ ആ സാമാന്യ ബുദ്ധിയാണ്. ആ ബുദ്ധി പോലും ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശരി, അതാണ് നേരത്തെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടത്. നോക്കൂ, ഇവിടെ പൾസർ സുനി അടിവരയിട്ട് സമ്മതിക്കുകയാണ്, ഞാൻ ഒരു ഗൂഢാലോചന പ്രകാരം ഒരു കൊട്ടേഷൻ ഏറ്റിരിക്കുന്നു, ആ ഏറ്റത് ഇന്നയാൾക്ക് വേണ്ടിയാണ് എന്ന് പോലീസിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ദിലീപിനെ തേടിയെത്തിയിരിക്കുന്നത്, ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ദിലീപിനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അത് നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, പൾസർ സുനി ഇത് ചെയ്തു, അത് ആർക്കു വേണ്ടി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ദിലീപിലെത്തിക്കുന്നതിന് വേണ്ടി പോലീസ് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ. ദിലീപിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പോഴാണ് ഇന്ന് കോടതിയിൽ വെച്ച് പൾസർ സുനി പറയുന്നത് കഥ പകുതിയേ ആയിട്ടുള്ളൂ, കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നുള്ളത് ആലുവയിലെ VIP-യോട് ചോദിക്കണം എന്ന്. അതായത് പൾസർ സുനിക്ക് ഒരു കോണ്ടാക്ട് മാത്രമേ അവിടെ ഉള്ളൂ, അത് ആലുവയിലെ VIP ആണ്. കൂടുതൽ സഹായം ഈ ആലുവയിലെ VIP മറ്റുള്ളവരിൽ നിന്ന് തേടിയിട്ടുണ്ടോ എന്ന് ഈ VIP-യോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ പൾസർ സുനി ഞാനിത് ചെയ്തിട്ടുണ്ട് എന്നും, പൾസർ സുനി ഇത് ദിലീപിന്റെ കൊട്ടേഷൻ മുഖേനയാണ് ഞാനത് ചെയ്തത് എന്നും സമ്മതിക്കുകയല്ലേ? ആ ഒരു അർത്ഥം ഇതിനില്ല. അല്ല, അതൊക്കെ നേരത്തെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ ശ്രീ ആളൂര് ഇനി അതിന്റെ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കരുത്. കാരണം ഇവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ ഈ കേസിന്റെ ഭാവി അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ നിശ്ചയിച്ചുകൊള്ളൂ. എന്തുകൊണ്ടാണ് പോലീസ് ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്യുന്നത്? ഒരുപാട് വ്യക്തികളെ ചോദ്യം ചെയ്തല്ലോ, പോലീസിന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ സാക്ഷികളാക്കാൻ വേണ്ടിയല്ല പോലീസ് ചോദ്യം ചെയ്തത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ പ്രതിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഇരയെ സഹായിക്കാൻ ഇവരെ ചോദ്യം ചെയ്ത് ഇവരെ സാക്ഷികളാക്കി വിസ്തരിക്കാനല്ല പോലീസ് ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന സുനിൽകുമാറിന്റെ അഭിഭാഷകനെ ചോദ്യം ചെയ്തല്ലോ. ഒരുപക്ഷെ ഈ കേസിൽ ഈ പറയുന്ന അഭിഭാഷകനെ സാക്ഷിയാക്കിയെന്നിരിക്കാം. പക്ഷേ ഈ കേസിന്റെ മറ്റുള്ള ഭാഗങ്ങളനുസരിച്ച് അഭിഭാഷകന്റെ ജൂനിയറെയും ചോദ്യം ചെയ്തു. പ്രതിയാക്കാനാണോ? അല്ല. സാക്ഷിയാക്കാനാണോ? അല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാം. പോലീസിന്റെ ഡ്യൂട്ടി കളക്ഷൻ ഓഫ് എവിഡൻസ്, സെക്ഷൻ 2H CRPC-യിൽ വ്യക്തമായി പറയുന്നുണ്ട്. യഥാർത്ഥമായ രീതിയിൽ തെളിവുകൾ ശേഖരിച്ചില്ലെങ്കിൽ ഈ കേസിന്റെ വിധി അല്ലെങ്കിൽ ഈ കേസിന്റെ ഗതി ദയവായി തുടരുക.
ഞാൻ രണ്ടുപേരെടുത്തും വരാം. നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നതേ ഉള്ളൂ. പി സി ജോർജ് വീണ്ടും ടെലിഫോൺ ലൈനിൽ. പി സി ജോർജ്, അഡ്വക്കേറ്റ് ആളൂർ പറയുന്നത്, അല്ലെങ്കിൽ നേരത്തെ പൾസർ സുനി പറഞ്ഞത് കഥ പകുതിയേ ആയിട്ടുള്ളൂ, ഇനി പ്രതികളുണ്ട് എങ്കിൽ അത് ആലുവയിലെ VIP ചോദിക്കണമെന്നാണ്. ആ ഭാഗം തീർന്നു. താങ്കളോട് ചോദ്യം ചോദിച്ചു, താങ്കൾ ഉത്തരം പറഞ്ഞു. മാധ്യമവധമായിരുന്നു താങ്കളുടെ അക്കാര്യത്തിലുള്ള അജണ്ട. ഞാനത് അവിടെ വിടുന്നു. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അവിടെ ആണ് അഡ്വക്കേറ്റ് ആളൂരിനോട് ഇപ്പോൾ ചോദിക്കുന്നത്. ഇവിടെ പൾസർ സുനിയാണ് ഇത് ചെയ്തത്, അത് ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പൾസർ സുനി ഒരിക്കൽ കൂടി ഈ കഥയിൽ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കുള്ള രണ്ടാം ഭാഗത്തിൽ ചിലരെങ്കിലും ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട്, അത് ദിലീപിനെ സഹായിച്ചവരാണ് എന്ന നിലയ്ക്കാണോ കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ആളൂരിനോട് ചോദിച്ചത്. അഡ്വക്കേറ്റ് ആളൂർ അതിന് മറുപടി നൽകി കഴിഞ്ഞു. താങ്കൾ അക്കാര്യത്തിലൊന്നും പറയണ്ട. പക്ഷെ നോക്കൂ, പോലീസിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. പക്വതയെത്താത്ത ഘട്ടത്തിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ദിനേന്ദ്ര കശ്യപ് അടക്കം സംഘത്തലവൻ പോലും പറയുന്ന നിലയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ള ചർച്ചകൾ വരുന്നത്. ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പോലും. പക്ഷേ DGP ലോക്നാഥ് ബെഹ്റ അടക്കമുള്ളവരുടെ വാദം ദിലീപിനെ അറസ്റ്റ് ചെയ്താൽ നമുക്ക് കുറെ കൂടി തെളിവുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ്. ആ ഘട്ടത്തിലാണ് അപ്പുണ്ണി വിട്ടുപോയത്. അങ്ങനെ നേരത്തെ അഭിഭാഷകനായിരുന്ന പൾസർ സുനിയുടെ അഭിഭാഷകനായിരുന്നയാൾ വിട്ടുപോയത്. അപ്പോൾ തെളിവുകൾ ദിലീപിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെയും വളരെ വേഗത്തിൽ മുന്നേറുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത് മനസ്സിലായില്ല ദിയേശിന്റെ കാഴ്ചപ്പാട്. അതായത് എന്റെ ഒരു സംശയം ചോദിക്കട്ടെ ദിയേശ്, ഇങ്ങനെ അങ്ങ് പോയിട്ട് കാര്യമുണ്ടോ? അതായത് ഒരു ക്രിമിനൽ, അതും ഇതുപോലെ ഭൂലോക ഫ്രോഡായിട്ടുള്ള ക്രിമിനൽ, അതിന് പറയുന്നതനുസരിച്ച് പ്രതിയെ നിശ്ചയിക്കുക എന്ന് പറയാൻ നോക്കും. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇതിനു മുമ്പ് അയാളിപ്പോ FIR എടുത്തല്ലോ ഒരു പ്രമുഖ നടിയുടെ ഭർത്താവിന് പരാതി. അപ്പൊ രണ്ട് നടികളെ അപായപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അവ ആര് പറഞ്ഞിട്ടാണ് ഭാസ്കർ എന്ന് പറയട്ടെ, അവൻ പറയട്ടെ. പി സി ജോർജ്, താങ്കൾ പഴയ കേസിലേക്കാണ് പോകുന്നത്. പഴയ കേസിലെ ചർച്ച ചെയ്താലും നമ്മൾ ഇവിടെ എത്തില്ല. നോക്കൂ പി സി ജോർജ്, ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ബാക്കി ഭാഗം പറയാം. അതിനുശേഷമാണ് അപ്പുണ്ണിയും പ്രതീഷ് ചാക്കോയും ഒളിവിൽ പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലീസിന്, അതായത് DGP മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ദിലീപിനെ പിടിക്കുകയാണെങ്കിൽ ബാക്കി തെളിവുകൾ തനിയെ വന്നോളും. ബാക്കി തെളിവുകൾ എന്ന് പറയുന്നത് എന്താണ്? ഫോൺ കിട്ടിയിരിക്കണം, അതുപോലെ തന്നെ ഫോണിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡിൽ നിന്നുള്ള ഒരു കോപ്പിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്, യഥാർത്ഥ മെമ്മറി കാർഡ് അല്ല. പ്രതീഷ് ചാക്കോയുടെ അസിസ്റ്റന്റിനെ പിടിച്ചുകൊണ്ടുപോയെങ്കിലും ഒരു മെമ്മറി കാർഡ് മാത്രമേ കിട്ടിയതായി പോലീസ് പറയുന്നുള്ളൂ. അത് കാലിയായിരുന്നു എന്നും അത് ഇറേസ് ചെയ്തതാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് സംശയമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇല്ല കളിയാക്കല്ല വേണ്ടത്, ഈ കാര്യത്തിൽ കൃത്യമായ ഉത്തരമാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. എന്റെ ചോദ്യം, ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട തെളിവുകളല്ലേ? ചോദ്യം തീർന്നൊരു ഉത്തരം പറച്ചിൽ നടക്കുമോ? മെമ്മറി കാർഡ് കിട്ടിയെന്ന് പോലീസ് പറഞ്ഞു. ആ മെമ്മറി കാർഡ് അതിൽ ഒരു കുന്തവും അയാളുടെ പോലീസ് എടുത്തിട്ടില്ല എന്ന് അയാളോട് ചോദ്യം അയാൾ പറയും. ആരുടെയും മെമ്മറി കാർഡ് എടുത്തിട്ടാണോ പോലീസ് പറയുന്നത്? അയാളോട് ഇപ്പൊ വിളിച്ചു ചോദിക്കുക. അയാൾ പറയും പോലീസിന് ഇല്ലാത്ത ഇൻഫർമേഷൻ എങ്ങനെയാണ് പി സി ജോർജിന് ഉണ്ടാകുന്നത്? എനിക്ക് കിട്ടും. എങ്ങനെ പി സി ജോർജ്, താങ്കളല്ല ദിലീപിന്റെ വക്കീല്, അഡ്വക്കേറ്റ് ആളൂരാണ്. എനിക്ക് ആളുകൾ കീഴിലൊന്നും എനിക്കില്ല. ഞാൻ എങ്ങനെ കിട്ടും? എനിക്ക് കിട്ടുന്ന എങ്ങനെയാണ് ഈ രാജ്യത്ത് ജനങ്ങൾക്കറിയാം. എല്ലാ കാര്യം എന്റെ കിട്ടാറുണ്ട്. അതിന്റെ ഭാഗമായി ഇതും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങൾ പി സി ജോർജ്, താങ്കൾ എന്തുകൊണ്ടാണ് ഈ പോലീസ് വിവാദത്തിൽ പിടിക്കാത്തത്? പോലീസ് വിവാദത്തിൽ പിടിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ പിടിച്ച എന്റെ ഇതിലേക്ക് 2-3 ദിവസം വരാൻ പോകുന്ന ഔദ്യോഗിക റെക്കോർഡുകൾ നഷ്ടപ്പെടും എന്നതുകൊണ്ടാണ്. ഈ ഔദ്യോഗിക റെക്കോർഡുകളിൽ എന്താണുള്ളത്? ഔദ്യോഗിക റെക്കോർഡ് വ്യക്തമായ എവിഡൻസ് ഇവന്മാര് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 തട്ടിലാണെന്നും അവര് ഇത് അറസ്റ്റ് ചെയ്ത് ശരിയാവില്ലെന്ന് അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതലുള്ളതെന്നും വളരെ വ്യക്തമായി എനിക്ക് ബോധ്യമുണ്ട്. പി സി ജോർജ്, അങ്ങ് താങ്കളുടെ ബഹുമാനത്തോടെ ഇവന്മാരെന്ന പ്രയോഗം പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആണെങ്കിലും ഇല്ലെങ്കിൽ അവരെ ഇവന്മാരെന്ന ഒരു പ്രയോഗത്തിലൂടെ അവരെ അധിക്ഷേപിക്കരുത്. ബഹുമാനമില്ല. അല്ല, നിങ്ങളൊരു MLA ആണ്, മെമ്പർ ഓഫ് ലീഗിസ്റ്റ് അസംബ്ലിയാണ്. ഇത്ര വൃത്തികെട്ടവന്മാരെ ബഹുമാന പുരുഷൻ എനിക്ക് പറ്റിയല്ല. നിങ്ങളെ വേണം ബഹുമാനിച്ചേക്കാം.
നിങ്ങൾ കൊള്ളക്കാരനൊന്നും അല്ലല്ലോ ബഹുമാനിക്കാം. ഇതുപോലെ വൃത്തികെട്ട കേസുമായിട്ട് നടക്കുന്ന, മനുഷ്യരെ കൊല്ലാൻ നടക്കുന്ന ബഹുമാനിക്കാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നു. നോക്കൂ അതിനകത്ത് അങ്ങനെ ഒരു പരാമർശത്തിൽ PC ജോർജ് നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ ബഹുമാനിക്കാത്ത ആളൊന്നും അല്ല PC ജോർജ്. എനിക്ക് വേണ്ടതിൻ്റെ കണ്ടന്റാണ്, താങ്കൾ പറയുന്നതിൻ്റെ കണ്ടന്റാണ്. അതായത് ഔദ്യോഗിക റെക്കോർഡുകളിൽ വ്യക്തമായ എവിഡൻസ് ഉള്ള ഔദ്യോഗിക റെക്കോർഡുകൾ താങ്കളുടെ മുന്നിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ദിനേന്ദ്ര കശ്യപ് ഇതിനകത്ത് ഒപ്പിട്ടിട്ടില്ല എന്നാണോ പറയാൻ പോകുന്നത്? എന്റെ നികേഷ്, അങ്ങനെ ഇപ്പോഴും മുൻകേറി ചോദിച്ചാൽ എന്റെ എവിഡൻസ് പോയില്ലേ? ഈ രാജ്യത്തെ തെളിവുകൾ നശിപ്പിക്കാൻ നികേഷ് ശ്രമിക്കരുത്. അല്ല, തെളിവെന്ന് പറഞ്ഞാൽ താങ്കൾ രാഷ്ട്രീയമായി ദിലീപിന് വേണ്ടി ഉന്നയിക്കാൻ പോകുന്ന കാര്യമൊന്നും ഔദ്യോഗിക തെളിവായി കണക്കാക്കണ്ട. നോക്കൂ, ഇതിനകത്ത് 2 പക്ഷമുണ്ട് പോലീസില്. 2 വാദം സ്വാഭാവികമാണ്. ശ്രീ PC ജോർജ്, ഒരു ജനപ്രിയ നടനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് പക്വതയെത്താത്ത ഘട്ടത്തിലാണെന്ന് ഒരു വിഭാഗത്തിന് ചിലപ്പോൾ തോന്നലുണ്ടാകാം. അത് വലിയ എവിഡൻസ് ഒന്നുമല്ല. പക്ഷേ എവിഡൻസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്തുണ്ടെങ്കിൽ, ആർജവം നട്ടല് എന്നുള്ളതൊക്കെ ഈ സംസ്ഥാനത്തുണ്ടെങ്കിൽ അവരുടെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്? നിൽക്കാം. ആ തെളിവ് ഒന്നാമത് ഞാൻ കൂട്ടത്തിൽ നിൽക്കാം. ഞാൻ കേട്ടോ നികേഷ്, ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് എന്റെ അഭിപ്രായം പറയട്ടെ. നമ്മുടെ ഈ സിനിമാ നടൻ ദിലീപ് തെറ്റ് ചെയ്തെന്നോ ചെയ്തില്ലെന്നോ പറയാൻ ഞാനില്ല. അത് ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഈ നിമിഷം വരെ, നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു തെളിവും എന്റെ മുമ്പിൽ തെളിവല്ല. അത് മുഴുവൻ കബളിപ്പിക്കലാണ്. അത് വ്യക്തമായി ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഒറ്റ കാര്യം, മാപ്പ് സാക്ഷി അന്വേഷിച്ച് നടക്കുക. ആ മാപ്പ് സാക്ഷിയെ 2 ദിവസം കൊണ്ടുവരുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ലോകം മുഴുവൻ കണ്ടോണ്ടിരുന്ന ഒരാളാ, അയാളെ ഇപ്പൊ കാണാനില്ല. കയ്യിലുണ്ട് അപ്പുണ്ണി. 2 ദിവസം ഇപ്പൊ ആരാക്കും, ആളെ ഒരു മാപ്പ് സാക്ഷിയാക്കും. അയാൾ പറയുന്നതെല്ലാം ദിലീപാണെന്ന്. അതുകൊണ്ട് വേറെ ഒരു കാര്യമില്ല. അതാണ് ആകെ അങ്ങനെ ദിലീപിനോടൊപ്പം നടക്കുന്ന ഒരാളെ മാപ്പുസാക്ഷിയാക്കിയാല് അയാൾ എത്ര കാലം മാപ്പുസാക്ഷിയായി തുടരും? പോലീസിന്റെ മുഖം രക്ഷിക്കാൻ വേറെ ആള് വരേണ്ടി വരും. അതൊന്നും ഉണ്ടാകില്ല ശ്രീ PC ജോർജ്. ആദ്യം നാദിർഷായുടെ പേര് കേട്ടു, പിന്നെ മാർച്ചിന്റെ പേര് കേട്ടു, ഇപ്പൊ പറയുന്നു അപ്പുണ്ണിയാണ് മാപ്പുസാക്ഷിയെന്ന്. മാപ്പുസാക്ഷിയൊന്നുമില്ല. അതൊക്കെ പ്രതിഭാഗത്തിന്റെ ദിലീപിന്റെ വെർഷൻ മാത്രമാണ്. ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്ന ഭാഗം മാത്രമാണ്. അത് കേട്ടിട്ടാണോ താങ്കൾ ഇത് പറയുന്നത്? ദിലീപിന്റെ വക്കീല് കോടതി പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നതാണ്, പോലീസിന് ഇപ്പൊ തല ഊരിയാ മതി. അതിനെന്തെങ്കിലും എവിഡൻസ് എടുത്ത് ഇയാളാണ് കുറ്റക്കാരെന്ന് പറയുക, അതിനപ്പുറത്തൊരു ചിന്തയേ ഇല്ല. നോക്കൂ, ബൈജു കൊട്ടാരക്കര, സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര, PC ജോർജ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലെങ്കിൽ പോലീസിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്, ദിലീപിനെതിരെ എന്ത് തെളിവാണുള്ളത് എന്ന്. നമുക്കറിയാം, റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളിലെല്ലാം നമ്മുടെ കയ്യിൽ കേസ് ഡയറി ഒഴിച്ചുള്ള എല്ലാ രേഖകളുമുണ്ട്. പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് താങ്കളും ഒരുപക്ഷെ വായിച്ചു കാണും. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പോലീസ് ഉന്നയിക്കുന്നത് ദിലീപ് പറഞ്ഞത് പൾസർ സുനിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. എന്നാൽ പൾസർ സുനിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, പൾസർ സുനിയുമായി ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പൾസർ സുനി ഈ അതിക്രമം കാണിച്ചതിന് ശേഷം പൾസർ സുനിയുമായി ഫോണിൽ ജയിലിലിരിക്കുമ്പോൾ തന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഭാഗം ചോദിക്കുന്നത്, അല്ലെങ്കിൽ പോലീസിലെ ഒരു വിഭാഗത്തിന് സംശയമുള്ളത്, അതിനപ്പുറത്തേക്കുള്ള ഹാർഡ് എവിഡൻസ് എന്താണ് എന്നതാണ്. ലക്ഷ്യയിൽ അതാണ് എനിക്ക് അറിയാത്തൊരു കാര്യം. എനിക്ക് തോന്നുന്നു കുഞ്ഞുമൊയ്തീൻ കുട്ടി സാറ് അക്കാര്യത്തിൽ പറയുമായിരിക്കും. ലക്ഷ്യയിൽ പൾസർ സുനി നേരിട്ടെത്തി ഈ മെമ്മറി കാർഡ് അവിടെ നൽകിയതായി പോലീസിന് CCTV ദൃശ്യങ്ങൾ ഉണ്ട് എങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ലക്ഷ്യയിൽ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. PC ജോർജ് ചോദിക്കുന്ന ആ ചോദ്യത്തിന് താങ്കളൊന്ന് ഉത്തരം നൽകാമോ? എന്ത് തെളിവാണ്? പോലീസല്ലേ കേസെടുത്തതല്ലേ, അപ്പോൾ പോലീസ് തെളിവില്ലാതെ കേസെടുക്കുമെന്നൊന്നും ചോദിക്കരുത്. എന്ത് തെളിവാണ് താങ്കൾക്ക് പറയാനുണ്ടാവുക ഈ ചർച്ചയിൽ? തീർച്ചയായിട്ടും ഞാൻ ജോർജേട്ടൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഈ ജോർജേട്ടൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. ജോർജേട്ടൻ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്. ജോർജേട്ടൻ കുറച്ചു ദിവസം മുമ്പ് ഒരു പ്രസ്താവന കണ്ടു, ദിലീപിന് വേണ്ടി വന്നാൽ റോഡിൽ ഇറങ്ങുന്ന ഒരു പ്രസ്താവന കണ്ടു. ശരിക്കും
ഈ ജോർജ് ഏട്ടൻ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിയായിട്ട് വന്ന എന്തിനെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്തിനെങ്കിലും ആ വാദം പറയാൻ ഒരാളുണ്ടാകുന്നത് നമുക്കൊരു അനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി. അല്ലെ ദിലീപിന്റെ വാദം പറയാൻ ആരുണ്ട്? പക്ഷേ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു MLA ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് പറയുന്നു, ഞാൻ റോഡിലിറങ്ങും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നല്ല ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ചില എന്താ പറയാ ഒരു മാനസികമായിട്ട് എന്താന്ന് പറഞ്ഞാൽ PC ജോർജ് അതിന് മറുപടി പറയും. അല്ല, എന്തോ ചില മാനസിക ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും, കേരള ജനതയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തോന്നും. കാരണം ഇത്രയും ഒരു എവിഡൻസും ഇല്ല, ഇത്രയും എവിഡൻസുകൾ മുമ്പിൽ കിടക്കും. PC ജോർജ് ബൈജു കൊട്ടാരക്കര ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. താങ്കളുടെ ഇക്കാര്യത്തിലുള്ള പങ്കാളിത്തം ദിലീപിന്റെ അച്ചാരം വാങ്ങിയിട്ടുണ്ടോ താങ്കൾ? അത് ബൈജു കൊട്ടാരക്കര ചോദിക്കണം. ബൈജു കൊട്ടാരക്കര ഏറ്റവും വലിയ കേസിൽ PC വരെ ഇടപെട്ടത് ബൈജു കൊട്ടാരക്കര പറയും. അയാൾ പറഞ്ഞ ചായ ഞാൻ അങ്ങോട്ട് മേടിച്ചു കൊടുത്തല്ല, അയാളോട് ചായ വല്ല ഞാൻ മേടിച്ചോന്ന് ആ ബൈജു കൊട്ടാരക്കര ഒന്ന് ചോദിച്ചേ. ആ വിഷയം എന്തോ ഇവിടെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൊട്ടേഷൻ, മാനഭംഗത്തിന് കൊട്ടേഷൻ ഏൽപ്പിക്കുന്ന പണി നടന്നിട്ടുള്ളത്. അത് ദിലീപാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കൊട്ടേഷൻ കൂടി അന്വേഷിച്ച് നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടി കൊട്ടേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ഷേപം. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇനി പറഞ്ഞോ പറഞ്ഞോ. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും. ഇനി താങ്കൾ പറയും. ഞാൻ പറയണത് ഞാനും പറയാല്ല, ഞാൻ പോവുകയാണ്. പക്ഷെ നികേഷിന്റെ മൈക്ക് എന്നെ കുന്തം, അതാ പ്രശ്നം. നികേഷ് ബൈജു കൊട്ടാരക്കരോട് ചോദിക്കണം. ബൈജു കൊട്ടാരക്കര വ്യക്തിപരമായ ഒരു കാര്യത്തിൽ ഞാൻ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചവനാണ്. ആ ഒരു ചായ എങ്കിലും ബൈജു കൊട്ടാരക്കരോട് ഞാൻ മേടിച്ചു കുടിച്ചു. താങ്കൾ ജനപ്രതിനിധിയല്ലേ PC ജോർജ്? ചായക്കാണോ താങ്കൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക? കൊട്ടേഷൻ എന്നുള്ള മറ്റേ വർത്താനം എന്നെ പറ്റി നികേഷ് പറയാമോ? അല്ല, ഞാൻ കൊട്ടേഷൻ അല്ല. ഞാൻ ബൈജു കൊട്ടാരക്കരോട് വേറൊരു ചോദ്യം ചോദിച്ചപ്പോൾ ബൈജു കൊട്ടാരക്കര ഊന്നുന്നത് PC ജോർജിന് എന്താണ് ഈ ദിലീപുമായിട്ട് എന്നുള്ളതിലാണ്. ഞാനത് ഒഴിവാക്കാൻ നോക്കി, സാധിച്ചില്ല. അപ്പോഴാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് ദിലീപിന്റെ അച്ചാരം PC ജോർജ് വാങ്ങിയിട്ടുണ്ടോ എന്ന്. അപ്പം ചോദിക്കണം, ബൈജു കൊട്ടാരക്കര ഞാനുമായിട്ടുള്ള ബന്ധം, ആരുടെ കാര്യത്തിൽ എന്താ ഞാൻ നിന്ന് കൊടുത്തത്? ആയിക്കോട്ടെ, ഞാൻ ആരെയെല്ലാം പോയി കണ്ടു, അത് ചായ പോലും മേടിച്ചു തന്നിട്ടില്ലല്ലോ. ബൈജു കൊട്ടാരക്കര അതല്ല നമ്മുടെ വിഷയം എന്നറിയാലോ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞു നികേഷൻ ആദ്യം പറഞ്ഞു ഒരു കാര്യം ചോദിക്കരുതെന്ന് പറഞ്ഞ എന്താ ഈ ഇത്രയും തെളിവുകളില്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ചോദിക്കരുതെന്ന് പറഞ്ഞു. ചോദിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞ പിന്നെ മാധ്യമങ്ങൾ കൂടെയും ഈ കോടതിയുടെ മുമ്പിലുള്ള ഒരു തെളിവ് കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഇതേവരെ വന്നതനുസരിച്ചിട്ട് അദ്ദേഹം പ്രതിയല്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുമോ? ഒറ്റ കാര്യമുള്ളൂ, ദിലീപ് അതിൽ പ്രതിയല്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റൂ. ഏറ്റവും അവസാനം അങ്കമാലി എന്റെ ചോദ്യം ഇതാണ്, പ്രതിയാണ് എന്ന് അനുമാനിക്കാൻ കഴിയുന്ന എന്ത് രേഖകളാണ് ബൈജു കൊട്ടാരക്കരയുടെ കയ്യിലുള്ളത്? ഞാൻ കൂടാ നികേഷ് എന്റെ കയ്യിൽ ഒരു രേഖയില്ല. രേഖയുള്ളത് പോലീസിന്റെ കയ്യിലാണ്. പോലീസല്ലേ ഇത് അന്വേഷിച്ചത്. ഞാൻ പറയില്ല ഇത് അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ പോലീസ് ഒരാൾക്ക് വേണ്ടി ഒരു കേസ് ഫ്രെയിം ചെയ്യുമോ? എനിക്ക് ആ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം തന്നെ അങ്ങനെ ചോദിക്കരുതെന്ന് പറഞ്ഞത്. അതാണ് നമ്മളെല്ലാം പറയുന്നത്. അത് നമ്പിനാരായണനെ എന്തിനാ പിടിച്ചോണ്ട് പോയേ? ആരെ? ആ നമ്പിനാരായണൻ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് നമ്പിനാരായണനെ എന്തിനാ? ശ്രീ PC ജോർജ്, ഇതിനെ നമ്പിനാരായണുമായിട്ടൊന്നും കൂട്ടിക്കൊടുക്കണ്ട. ഇതെന്താ സംഭവം എന്ന് പറയാലോ. നമ്മൾ ആവർത്തിച്ച് പറയും അത്. കാരണം ഈ ഹീനകൃത്യം ചെയ്തത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. പൾസർ സുനിക്ക് ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്യണം. അപ്പോൾ താങ്കൾ പറയും 2011 സമാനമായ രീതിയിൽ വേറൊരു നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല ഈ കേസ്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ആ ഹീനകൃത്യം ചെയ്യുമ്പോൾ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ പോലീസിന് വ്യക്തതയുണ്ട് ഇത് ഒരു കൊട്ടേഷനാണ്, ഇത് മറ്റാർക്കോ വേണ്ടിയാണ്. സാധാരണഗതിയിൽ ദൃശ്യങ്ങൾ മോർഫ് ചെയ്യുമ്പോൾ കഴുത്തിൽ വെച്ചാണല്ലോ വേറൊരാളുടെ ചിത്രം ചേർക്കുക. ഇവിടെ അങ്ങനെ ചേർത്തതല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ ഭാഗം കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തതയോടുകൂടി പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുക ഇത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷനാണ് എന്നാണ്. അപ്പോഴാണ് ദിലീപുമായി പൾസർ സുനിക്കുള്ള ബന്ധം പോലീസ് അന്വേഷിക്കുന്നത്. ഈ ആക്രമണത്തിന് മുമ്പും ഈ ആക്രമണത്തിന് പിമ്പും ദിലീപുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരിക്കുന്നു പൾസർ സുനി, മറ്റൊരാളുമായില്ല. അതുകൊണ്ടാണ് ദിലീപിനെ പിടിച്ചിപ്പോൾ സെല്ലിട്ടിരിക്കുന്നത്, ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്, ഉണ്ട തീറ്റിക്കുന്നത്. ഉണ്ട തിന്നോ ഇനിയും തീറ്റിക്കോ എനിക്ക് ഇതിനകത്തൊരു എതിരുമില്ല. പക്ഷെ എന്റെ മനസാക്ഷിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ
എന്റെ മനസാക്ഷിക്ക് വിശ്വാസം തോന്നുന്ന കാര്യം ഞാൻ പറയുന്നത്. ഇങ്ങനെ വലിയ മുതലാളിമാരുടെ കാര്യം വരുമ്പോഴല്ലേ ഈ മനസാക്ഷിയൊക്കെ ഉള്ളൂ ശ്രീ പി സി ജോർജ്. അല്ലല്ല, ഞാൻ പാവപ്പെട്ടവരുടെ തോക്കെടുത്തവനാണ് നിയേഷേ. പാവപ്പെട്ടവർ പുറമ്പോക്കി കിടക്കുന്നവരുടെ തോക്കെടുത്ത് MLA ഞാൻ അറിയാവോ? ഞാനങ്ങനെ മുതലാളിമാരുടെ പറ്റി തിന്നാൻ നടക്കുന്നവനല്ല. ഒരുത്തന്റെ അധികാരം എനിക്ക് ആവശ്യമില്ല. പൂഞ്ഞാലിൽ എന്റെ ജനങ്ങളല്ലാതെ ഒരുത്തരും എനിക്ക് ഭയമില്ല. അവര് പറയുന്നത് ഞാൻ കേൾക്കും. പൂഞ്ഞാലിലെ ജനങ്ങളാണ് എന്റെ യജമാനന്മാർ. നിൽക്കൂ, അഡ്വക്കേറ്റ് ആളൂർ ഇപ്പോ നാദിർഷ കഴിഞ്ഞു, മാർട്ടിൻ കഴിഞ്ഞു, ഇപ്പോ പറയുന്നു അപ്പുണ്ണിയാണ് മാപ്പുസാക്ഷി എന്ന്. മാപ്പുസാക്ഷി ഉണ്ട് ഈ കേസിൽ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയുണ്ടോ? ഇല്ലെന്ന് പറയല്ലേ? ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, ആ കേസിൽ ഇടപെട്ട് നടക്കുന്ന ആൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കൃത്യമായി പോലീസുമായി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിയും. ഞാൻ രണ്ട് കാര്യങ്ങൾ നികേഷ് പറയുന്നു. ഒന്ന്, നിങ്ങളുടെ ബൈജു കൊട്ടാരക്കര എന്നുള്ള ഈ പാർട്ടിസിപ്പൻറ്റിനോട് നിങ്ങൾ എന്തിനാണ് കാള പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കുന്നത്? നിങ്ങളുടെ പണി CID മൂസയുടെ പണിയാണോ? എനിക്കറിയില്ല. പോലീസിനെ സഹായിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് മാധ്യമങ്ങളോട് അറിയുന്നത്. മാപ്പുസാക്ഷിയെ വാദമില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ആളൂർ എന്റെ പേര് ഞാൻ പറഞ്ഞത് ധർമ്മിഷ്ഠമാണെങ്കിൽ ഈ പരോപകാരിയൊന്നും അന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. നേരത്തെ ആളൂർ വാദിച്ച കേസുകളും ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുന്നള്ളിക്കുന്ന വിഡ്ഢിത്തത്തെ കുറിച്ചാണ് എഴുന്നള്ളിക്കുന്ന വിഡ്ഢിത്തത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് മറച്ചു വെച്ചോളൂ. നിങ്ങളുടെ തോന്നലാണ് അതൊക്കെ. നിങ്ങളുടെ തോന്നൽ അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് വണ്ടികൾ നിങ്ങളോടൊപ്പം വരുമോ? ആളൂർ എന്താ പറയുന്നത്? ബൈജു കൊട്ടാരക്കര ആളൂർ തമ്മിലുള്ള ഒരു മത്സരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആളൂർ എന്താ പറയുന്നത്? എന്റെ ചോദ്യം ഇതാണ്. ഈ കേസിൽ മാപ്പുസാക്ഷി ഉണ്ടോ? അത് മറന്നോളൂ. ഞാൻ മാപ്പുസാക്ഷിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ മാപ്പുസാക്ഷി എന്ന് പറയുന്നത് ക്രിമിനൽ നടപടിക്രമത്തിലെ 306 വകുപ്പ് പ്രകാരം കൊണ്ടുവരുന്ന ഒരു സാക്ഷിയുടെ മൊഴിയാണ് ഈ മാപ്പുസാക്ഷിയുടെ മൊഴി എന്ന് പറയുന്നത്. ഇങ്ങനെ മാപ്പുസാക്ഷി ആകണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ പോലീസിനൊരു അധികാരവുമില്ല. പോലീസിന് അധികാരം കിട്ടുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും ഒരു സാക്ഷി സ്വയം പറയുന്നു, എനിക്ക് എൻ്റെ മുൻ കൃത്യങ്ങളെക്കുറിച്ച് ഒരു പശ്ചാത്താപം തോന്നുന്നത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയോട് ഏറ്റുപറയുന്നു. അങ്ങനെ ഏറ്റുപറഞ്ഞ കാര്യം പോലീസ് സ്വീകരിക്കണമെന്നില്ല. പോലീസിന് അത് യുക്തമാണ്, ഈ കേസിന്റെ തെളിവിലേക്ക് ഈ കേസിലെ മറ്റു പ്രതികളെ ശിക്ഷിക്കാൻ അത് യുക്തമാണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു മാപ്പുസാക്ഷിയായാലും ഒരു പ്രതി തയ്യാറായി വരണം. രണ്ട്, തയ്യാറായി വന്നതുകൊണ്ട് മാത്രമല്ല, പോലീസിനെ മറ്റുള്ള പ്രതികൾക്കെതിരെ ഇത് ഉപയോഗിച്ച് അത് തെളിയിക്കാൻ സാധിക്കണം എന്ന് വരണം. ഇതാണ് രണ്ട് സംഗതി. മാർട്ടിന്റെ പേര്, ഇപ്പോ പറയുന്നു അപ്പുണ്ണിയുടെ പേര്, ഇവരെല്ലാം ദിലീപുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ബാല്യകാല സുഹൃത്താണ് നാദിർഷ. മാർട്ടിനാണെങ്കിൽ ഇതിന്റെ വരുംവരായികളൊക്കെ തന്നെ നോക്കിക്കൊണ്ടേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. ദിലീപിന്റെ കൂടെ നിന്നാലാണ് ഗുണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദിലീപിന്റെ കൂടെ ഏത് ഘട്ടത്തിലും മാറാം. അപ്പുണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലീസിനെ പേടിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും നാളെ ദിലീപിന്റെ PA ആണ്, സഹപ്രവർത്തകനാണ്. ഇതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സേഫ് ആയിരിക്കുമോ? അതോ ഇവരിങ്ങനെ ഒരു കഥ പറയുന്നതേ ഉള്ളൂ, പ്രതിഭാഗം ഒരു കഥ പറയുന്നതേ ഉള്ളൂ? ഒരിക്കലുമല്ല. ഞാൻ അതിന് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുസമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണ വരും. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അദ്ദേഹം പറഞ്ഞത് മാപ്പുസാക്ഷിയാക്കുന്നത് ക്രിമിനൽ നടപടിക്രമം 306 അനുസരിച്ചിട്ട് പോലീസിന് ബോധ്യപ്പെടുകയാണ് ഒരു പ്രതി കുറ്റം ഏറ്റുപറഞ്ഞാൽ മറ്റു പ്രതികളെ ശിക്ഷിക്കാമെന്ന് പോലീസ് വിചാരിച്ചാൽ മാപ്പുസാക്ഷിയാക്കാന്ന് പറഞ്ഞത്. അങ്ങനെയല്ല. മാപ്പുസാക്ഷിയാക്കാൻ അദ്ദേഹത്തിൻ്റെ മൊഴികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സഹായകരമാണെന്ന് പോലീസിന് പ്രൈമ ഫേസ്യ ബോധ്യപ്പെട്ടാൽ ആ ആളെ കൺസേൺഡ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഓത്തായിട്ട്, അതായത് സത്യവാചകമായി, അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഒരു പ്രലോഭനവും പാടില്ല ആ മാപ്പുസാക്ഷിയാക്കുന്ന അല്ല 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 മാപ്പുസാക്ഷിയാക്കുന്ന സമയത്ത് ആദ്യം ആ പ്രതിയെ ബോധ്യപ്പെടുത്തും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ മാപ്പുസാക്ഷിയാക്കുന്നതില് ആരുടെയെങ്കിലും പ്രലോഭനം ഉണ്ടോ എന്ന് അത് ഉറപ്പുവരുത്തും. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ ഗൗരവം, ഭാവിയിലേക്ക് ഉണ്ടാകുന്ന ഗൗരവമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അത് മാപ്പുസാക്ഷി. അതിൽ നിന്ന് മാറാൻ കഴിയില്ല. അല്ലാതെ പോലീസിന്റെ താല്പര്യം അനുസരിച്ചിട്ടല്ല. ഞാൻ ചോദിച്ചോട്ടെ, നോക്കൂ, പോലീസിന് ഇത് മുട്ടിക്കണം അല്ലേ? അതെ. ഈ പറയുന്ന ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പൾസർ സുനിയും ദിലീപും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ റിമാൻഡ് റിപ്പോർട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അത് തെളിവുകളാക്കി മുട്ടിക്കണം. അതിനാണ് ഈ മാപ്പുസാക്ഷിയെ തേടുന്നു എന്ന് PC ജോർജ് പറയുന്നത്, നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്നത്.
അല്ല അത് അപ്പോൾ അതിന് ഒരു ഈ പറയുന്ന എന്താ പറയണ്ടേ ഹാർഡ് എവിഡൻസ് എന്ന് പറയുന്നത് കുറവാണ്, ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഒന്നാമത്തെ കാര്യം അത്തരം ഒരു നിഗമനം തന്നെ പ്രിമച്ചുറാണ്. കാരണം മാപ്പ് സാക്ഷിയാക്കുന്ന സ്റ്റേജ് എത്തിയിട്ടില്ല, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥ പ്രതികൾ ആരെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ ഇന്നയാളെ മാപ്പ് സാക്ഷിയാക്കും ഇന്നയാളെ മാപ്പ് സാക്ഷിയാക്കില്ല എന്ന് നമ്മൾ പറയുന്നത്, നേരത്തെ അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞത് ആ കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. മാപ്പ് സാക്ഷി ആരെ ആക്കണം എന്നുള്ള സ്റ്റേജ് എത്തിയിട്ടില്ല. അത് ഇത് അന്വേഷണ സ്റ്റേജിൽ ഇരിക്കുന്നതേ ഉള്ളൂ, ഇൻവെസ്റ്റിഗേഷൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയം എന്ന് പറയുന്നത് ഇത് പോലീസിന് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മാപ്പുസാക്ഷിയെ തേടി അലയുകയാണ് എന്ന വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നാണ്. അപ്പോൾ അതിനകത്ത് കുഞ്ഞുമൊയ്തീൻകുട്ടി, താങ്കൾ DIG ആയിരുന്നയാളാണ്. അങ്ങനെ ഒരു പോലീസ് ഒരു വഴുക്കൻ പാതയിലാണോ ഇപ്പം നിൽക്കുന്നത്? അല്ല. എന്തുകൊണ്ടല്ല? എങ്ങനെ അറിയാം? നമുക്ക് പ്രൈമ ഫേസ് കേസ് ഡയറി നമ്മുടെ മുമ്പിലില്ല. നമുക്ക് കേസ് ഡയറിയുടെ ഭാഗം ആദ്യത്തെ റിമാൻഡ് ആപ്ലിക്കേഷനിൽ അന്ന് വരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെല്ലാം തെളിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന് കൊടുക്കുന്ന റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കും. അത് പ്രൈമ ഫേസ് കേസ് ഉണ്ടെന്ന് കണ്ടാലേ ഉള്ളൂ പ്രതിയെ റിമാൻഡ് ചെയ്യുകയുള്ളൂ. പിന്നെ റിമാൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അത് പോരെങ്കിൽ കേസ് ഡയറി ഇത് സഹിതം ഹാജരാക്കുന്നു. അതുവരെ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ കേസ് ഡയറിക്കകത്ത് പോലീസ് ഏത് ലൈനിൽ പോകുന്നു എന്നുള്ളത് പോലീസിനും കേസ് ഡയറിക്കും മാത്രമേ അറിയാവുള്ളൂ. അത് കോടതിയെ ഒന്ന് പ്രൈമ ഫേസിയെ ബോധ്യപ്പെടുത്തണം. എന്തിനാണ് ഈ റിമാൻഡ് ആപ്ലിക്കേഷനിൽ ഈ പ്രതിയെ കസ്റ്റഡി മേടിക്കുന്നത് അല്ലെങ്കിൽ പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന് പറയുന്നത്? പ്രൈമ ഫേസ് കേസ് ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. കുഞ്ഞുമൊയ്തീൻകുട്ടി സാർ പറയുന്നതിൽ നിന്നും ഞാൻ ഒരു ക്യൂ എടുത്തോളട്ടെ. അഡ്വക്കേറ്റ് ആളൂർ, പോലീസിൻ്റെ കയ്യിൽ പോലീസ് നൽകിയ ആപ്ലിക്കേഷനുണ്ട്, റിമാൻഡ് റിപ്പോർട്ടുണ്ട്, കേസ് ഡയറി ഉണ്ട്. കോടതി എന്താ വിധി പറഞ്ഞത്? ഈ കുറ്റകൃത്യത്തിൽ ജാമ്യം പോലുമില്ല എന്ന് ഈ കാര്യം ചെയ്യാൻ തുനിയുന്ന മറ്റ് പ്രതികൾക്ക് ബോധ്യമാകണം, അതൊരു സന്ദേശമാകണം എന്നാണ്. ഇതാണ് ഏകദേശ ഭാഗം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ മജിസ്ട്രേറ്റിൻ്റെ അങ്കമാലി മജിസ്ട്രേറ്റിൻ്റെ വിധി അതാണ്. അപ്പോൾ പ്രാഥമികമായി ഈ കേസിൽ ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് മജിസ്ട്രേറ്റ് കണ്ടെത്തുകയല്ലേ ചെയ്യുന്നത്? പ്രൈമ ഫേസി. അഡ്വക്കേറ്റ് ആളൂരിനോടാണ്. ഹലോ. എനിക്ക് കേൾക്കാനില്ലായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. മാപ്പുസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം സംസാരിച്ചപ്പോൾ ഇല്ല, മാപ്പുസാക്ഷിയല്ല. ഞാൻ ചോദിച്ച ചോദ്യം മുഴുവൻ കേട്ടില്ല, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കും. ആവർത്തിക്കോ? അല്ല, എൻ്റെ ചോദ്യം ഇതാണ്. പോലീസിന്റെ കയ്യിൽ കോടതിയുടെ കയ്യിൽ റിമാൻഡ് റിപ്പോർട്ടുണ്ട്, കേസ് ഡയറി ഉണ്ട്, കസ്റ്റഡി ആപ്ലിക്കേഷൻ ഉണ്ട്. എന്തിനാണ് കസ്റ്റഡിയിൽ വേണം എന്ന് പ്രതിപാദിക്കുന്ന കസ്റ്റഡി ആപ്ലിക്കേഷൻ ഉണ്ട്. ആ വിവരങ്ങളുടെ എല്ലാം വസ്തുതകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി പറയുന്നത് ഇനി ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നവർക്ക് പാഠമായിരിക്കണം ഈ ജാമ്യമില്ലാത്ത അവസ്ഥ എന്ന്. അപ്പോൾ പ്രൈമ ഫേസി ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി സമ്മതിക്കുകയല്ലേ? ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ പൾസർ സുനിയുണ്ട്, ദിലീപാണ് അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളി എന്ന് കോടതി സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയല്ലേ ഏറ്റവും താഴെത്തട്ടിലുള്ള കോടതി? തീർച്ചയായിട്ടും അത് തെറ്റാണ്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇപ്പോൾ ഏതൊരു കോടതിക്കും, ഞാൻ കോടതിയെ കുറ്റം പറയുകയല്ല, ഏതൊരു കോടതിക്കും അങ്ങനെ ഇതൊരു പാഠമാകണമെന്ന് പറയാനുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതിനോട് യോജിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇഷ്ടം വിധിയോട് താങ്കൾക്ക് വിമർശനം ഉന്നയിക്കാം, പക്ഷേ കോടതി വിധിയാണ് ഇപ്പോൾ നിലനിൽക്കുക. ഹൈക്കോടതി വിധി വരുന്നത് വരെ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നെ പറയാൻ അനുവദിക്കൂ. 2014 സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ട്. അതിൽ പറയുന്നുണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ്. അറസ്റ്റ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. വെറുതെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അറസ്റ്റ് ചെയ്തതിനുള്ള കാരണങ്ങൾ നിരത്തണം. അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധിപ്പിക്കണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു റിമാൻഡ് റിപ്പോർട്ട് കോടതിയിലേക്ക് വരുന്നത്. അങ്ങനെ കോടതിയിൽ വന്നതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് പ്രതിക്ക് പോലീസ് കസ്റ്റഡി വേണം? അങ്ങനെ ഒരു അപേക്ഷ വന്നാൽ വളരെ കൂലങ്കഷമായിട്ട് എല്ലാ ഭാഗങ്ങളിലും എല്ലാ തരത്തിലും 4 കോർണേഴ്സ് ഓഫ് ദ ലോ
അല്ലെങ്കിൽ 4 കോർണേഴ്സ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ് എല്ലാം കൂടി മനസ്സിലാക്കി ഈ പറയുന്ന പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് ഒരാളുടെ ലിബർട്ടി, സ്വാതന്ത്ര്യത്തെ തടസ്സം ചെയ്യുന്നതാണ്. അത് വളരെ വളരെ കോഷ്യസോടുകൂടി വളരെ ശ്രദ്ധിച്ച് ഒരു പ്രതിക്ക് പോലീസ് കസ്റ്റഡി കൊടുക്കണമെന്നാണ് 2014 വന്ന സുപ്രീം കോടതിയുടെ അരുണേഷ് കുമാർ ജഡ്ജ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് സിംപിളി പറയുന്നുണ്ട്, ഒരു കാൽവിയർ മാനർ, ഒരു സിംപിളി നിങ്ങൾക്ക് ഒരു പോലീസ് കസ്റ്റഡി കൊടുക്കുന്ന സ്വഭാവം ഇന്ന് പല ലേൺ മജിസ്ട്രേറ്റിലും കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഒരു താക്കീതും കീഴ്ക്കോടതികൾക്ക് നൽകുന്നുണ്ട്. ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ ഏതൊരു അഭിഭാഷകനായ വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരു നോക്കൂ, കുറ്റകൃത്യം ഗൗരവതരാണ്, സമാന മനസ്കരക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് മജിസ്ട്രേറ്റ് കോടതി പറയുമ്പോൾ ദിലീപിന്റെ കാര്യത്തിൽ ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് കുറ്റകൃത്യം ബോധ്യപ്പെട്ടു എന്നാണോ മനസ്സിലാക്കുന്നത്? അല്ല, നികേഷ് ചോദിച്ച ചോദ്യത്തിൽ ഒന്നുകൂടെ ചേർത്ത് പറയാനുണ്ട്. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു ഈ പോലീസിന്റെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് കേസ് ഡയറി ഹാജരാക്കാമെന്നുള്ള അവരുടെ നിലപാട്. 3 പല ആളുകളുടെയും മൊഴി, സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തതിനു ശേഷമാണ് പ്രാഥമികമായിട്ട് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് തുടരണമോ അല്ല അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കണം, അതായത് പിന്നെ അദ്ദേഹത്തിൻ്റെ ബെയിലിൽ വിടണമോ എന്നുള്ള കാര്യം കോടതിയെ തീരുമാനിക്കുന്നത്. അത് അനലൈസ് ചെയ്യുന്ന സമയത്ത് പ്രാഥമികമായിട്ട് ഒരു പ്രൈമ ഫേസിയ കേസ് ഫ്രെയിം ഔട്ട് ചെയ്തുവെന്നും പ്രതിയെ ഇപ്പോൾ ജാമ്യത്തിൽ വിടുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തെ അത് വിഘാതമാകുമെന്നും അങ്ങനെ വിടുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹീനകൃത്യത്തിന് കോൺസ്പിറസിയിൽ പങ്കെടുത്ത ഒരു പ്രതിക്ക് ബെയിൽ കൊടുത്ത് വിടുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് ഒരു മജിസ്ട്രേറ്റ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാവുന്നത്? അതൊരു കോടതി വെറുതെ പറയുന്നത്. അഡ്വക്കേറ്റ് ആളൂർ പറയുന്നത് പോലീസ് കസ്റ്റഡിക്ക് ആവർത്തിച്ച് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു സുപ്രീം കോടതി വിധിയൊക്കെ സ്വാഭാവികമായിട്ടും ഇതേ കോടതിയിൽ തന്നെ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയോ ചെയ്യാം. പക്ഷേ കേസ് ഡയറിയിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് മാത്രമേ സ്വാഭാവികമായും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണോ അല്ല ജാമ്യത്തിൽ വിടണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കൂ. നിക്കൂ അഡ്വക്കേറ്റ് ആളൂർ, കുഞ്ഞുമൊയ്തീൻ കുട്ടി, എനിക്ക് ചോദിക്കാനുള്ളത് പോലീസിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ. അത് അച്ഛനെ തല്ലിയാലും അമ്മയെ തല്ലിയാലും വ്യത്യസ്ത അഭിപ്രായം അങ്ങനെ ഉണ്ടാവുമോ പോലീസിൽ? എപ്പോഴും പോലീസിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണേലും ഇത് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ കൊറോബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒപ്പീനിയൻ ഒരു സർക്കാർ. ടി.പി. സെൻകുമാർ DGP ആണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഡേറ്റിൽ DGP ആണ് ദിലീപിനെ ചോദ്യം ചെയ്യുന്ന ആള്. അന്ന് ഒരു തെളിവും ദിലീപിനെതിരെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല നികേഷ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വാചകങ്ങൾ ഓർമ്മയുണ്ട്. അല്ല, അഡ്വക്കേറ്റ് മൊയ്തീൻ സാർ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഞാൻ ഇടപെടാൻ എന്നോട് ക്ഷമിക്കണം. മുൻ DGP സെൻകുമാർ ഒരിക്കലും ഒരു തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വളരെ ആധികാരികമായി പറയാം. അദ്ദേഹം പറഞ്ഞത് 2 കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ 13 മണിക്കൂർ നിരന്തരമായി ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമുണ്ടോ, പിന്നെ ഇതിലൊരു ഏകോപനം. അങ്ങനെയല്ല DGP സെൻകുമാർ പറഞ്ഞത് ദിലീപിനെ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യുന്ന ഒരു തെളിവും ഈ കേസിലില്ല. 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നത് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുമ്പോൾ അതിനകത്ത് തെളിവില്ല എന്നുള്ളതിനെ സാധൂകരിക്കുന്ന വാക്ക് എനിക്ക് അടിവരയിടാൻ കഴിയും. എങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഗംഗേശാനന്ദ കേസിൽ ഈ ബി സന്ധ്യയെ എത്ര മണിക്കൂർ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് വ്യക്തമല്ല. ഈ കേട്ടുകേഴ്വി, പ്രതി പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് അല്ല. അപ്പൊ ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹം ഇറക്കിയ സർക്കുലറിൽ തന്നെല്ലോ ആ സന്ദേശം ഉണ്ടല്ലോ, ഏകോപനം വേണം, അന്വേഷണത്തിൽ ഏകോപനം വേണം. IG അതുണ്ട്. അല്ല, അതുകൊണ്ടാണ് അദ്ദേഹം സർക്കുലർ ഇറക്കിയത്. അപ്പൊ ഏകോപനം വേണം, അന്വേഷണം. ഞാൻ പറയുന്ന സർക്കുലറിന്റെ അല്ല, അദ്ദേഹം മലയാളം വാരികൾക്ക് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ മലയാളം വാരികയിൽ അദ്ദേഹത്തിന് നിഷേധിച്ചു. ഞാൻ അങ്ങനെ പറയുന്നു. അങ്ങനെ നിഷേധിക്കാൻ കഴിയാ, അത് ടേപ്പില്ലേ കയ്യില്? അല്ല, അതിൽ ഞാനിപ്പോ നികേഷിനോട് സ്വകാര്യമായ സംഭാഷണം നടത്തുന്ന പറഞ്ഞ കാര്യങ്ങൾ സ്വകാര്യമൊന്നുമല്ല. അങ്ങനെ ഇന്റർവ്യൂ സ്വകാര്യമാവുക. അഡ്വക്കേറ്റ് ആളൂർ, താങ്കളിലേക്ക് വീണ്ടും വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ പൾസർ സുനി പറയുന്നത് കഥ പകുതിയായിട്ടുള്ളൂ, 2ാം ഭാഗം വരാൻ പോകുന്നു, ആലുവയിലെ VIP യോട് ചോദിക്കുക കൂടുതൽ പ്രതികളുണ്ടോ എന്ന്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ വലുതാകുന്നത്.
ഈ സ്ക്രീനിൽ ഒരുപാട് ഇത് 70 mm ആയി, 35 mm ആയിരുന്നുവെങ്കിൽ അതിപ്പോൾ 70 mm ആയി വികസിച്ചിരിക്കുന്നു. ഇനിയും കുറേ പേരുണ്ട് എന്ന് പൾസർ സുനിക്കറിയാം. പൾസർ സുനിയുടെ പ്രധാന വാദം ഉന്നയിക്കുന്നത് താങ്കളാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആരൊക്കെയാണവർ? ഇന്നിപ്പോൾ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്, എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഒരു നിർമ്മാതാവിൻ്റെ പേര് വരുന്നു, മറ്റു ചില ആളുകളുടെ ബന്ധുക്കളുടെ കുറിച്ച് ആലോചനകൾ വരുന്നു. അവരൊക്കെ ഉണ്ടോ ഇതിൽ? നികേഷ് ഒന്ന് ഇടപെട്ടോട്ടെ, താങ്കളോടാണ്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ഞാൻ ഒരാളുടെയും വക്കാലത്തെടുത്തിട്ടില്ല, ദിലീപിനെയും വക്കാലത്തെടുത്തിട്ടില്ല. ഒന്ന് ഇടപെട്ടോട്ടെ. ഞാൻ നടത്തുന്ന ചില കേസുകളിൽ 14 ദിവസം പോലീസ് കസ്റ്റഡി കൊടുക്കുന്നു. എന്നിട്ട് മർഡർ കേസിൽ യാതൊരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ 169 വകുപ്പ് പ്രകാരം ആ പ്രതിക്കെതിരെ കേസ് തെളിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു, 169 റിപ്പോർട്ട്. അതെങ്ങാനും ശിവൻ മഠത്തിൽ അദ്ദേഹം കോടതിയിലോ മറ്റോ ആയിക്കോളൂ, അതൊന്നും ഇവിടെ കേൾക്കണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇതാ നോക്കൂ. രണ്ടാം ഭാഗത്തില് ആരൊക്കെയാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്? വലിയ വില്ലന്മാർ സ്വാഭാവികമായും രണ്ടാം ഭാഗത്തിലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ വില്ലന്മാരാണ് എന്ന് തെളിയുക രണ്ടാം ഭാഗത്തിലാണ്. ചിലപ്പോൾ ആദ്യ ഭാഗത്ത് വളരെ സൗമനസ്യത്തോടു കൂടി നായക കഥാപാത്രവുമായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുന്നവരായിരിക്കും രണ്ടാം ഭാഗത്ത് നമ്മൾ തിരിച്ചറിയുക വലിയ വില്ലന്മാരാണെന്ന്. ആ രണ്ടാം ഭാഗമാണ് ഇന്ന് പൾസർ സുനി ചൂണ്ടിക്കാണിച്ചത്. അതെന്താണ്? തീർച്ചയായും അത്തരത്തിലൊരു അന്വേഷണമാണ് ഒരുപക്ഷെ ഈ ഗൂഢാലോചന പരിസമാപ്തി എത്തുന്നതിന് വേണ്ടി പോലീസ് ചെയ്തു തീർക്കേണ്ടത്. കാരണം പോലീസിന്റെ മുന്നിൽ ഇനി 90 ദിവസത്തോളം ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ, ഒരു 80 ദിവസത്തോളം ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സാവകാശമുണ്ട്. അപ്പോൾ അതിനുള്ള ബന്ധപ്പെട്ട വ്യക്തികളുമായി ചോദ്യം ചെയ്താൽ, ഈ 13 മണിക്കൂറിലെ ചോദ്യത്തെ കൂട്ടി വായിച്ചാൽ ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ ആരെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിക്കും. അതായിരിക്കും രണ്ടാം ഭാഗം. രണ്ടാം ഭാഗത്തോടെ ഈ തിരക്കഥ ഇവിടെ അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ നോക്കൂ, അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുഖം കൃത്യമായി കൊണ്ടുപോകാൻ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പോലും വളരെ പ്രധാനപ്പെട്ടതാണിത്. ഇവിടെ വീഴ്ച പറ്റിയാൽ ദിലീപിനെ പോലൊരു ജനപ്രിയ നടനെ തെറ്റായ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് ഇത്രയും പീഡനങ്ങൾ നൽകിയത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറി ഭാവിയിലുണ്ടാവും. ഇപ്പോൾ കെ മാണിക്കെതിരെ ബാർഗോഴ ആരോപണം വന്നതിന് ശേഷം തെളിവുകളില്ല എന്ന് പറഞ്ഞ് വിജിലൻസിന് കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നത് പോലെ എളുപ്പമായിരിക്കില്ല ഇത്. അങ്ങനെ ഒരു വീഴ്ച പോലീസിന് ഈ കേസിൽ ഉണ്ടാവുമെന്ന് ചിലരെങ്കിലും പറയുന്നതിൽ എത്രത്തോളം ന്യായമുണ്ട്? കാര്യങ്ങൾ നമുക്കറിയുന്നിടത്തോളം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം? അല്ല, എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു നികേഷ് പറഞ്ഞതുപോലെ നമ്മൾക്ക് സർക്കാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഏറ്റവും പ്രധാനമായി വരുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ചൊക്കെ ബോധവാനായിരിക്കണം. പ്രാഥമിക ഘട്ടത്തിൽ അദ്ദേഹം ഈ കേസ് വന്നത് പറഞ്ഞു, ഇതിൽ ഗൂഢാലോചനയൊന്നുമില്ല, ഇങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാൻ വേണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മളിവിടെ കേരളീയ സമൂഹം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു, മുഖ്യമന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ആ ഗൂഢാലോചനയുടെ തലങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിലും ഒക്കെ വരുമ്പോൾ അദ്ദേഹം വീണ്ടും ആ നിലപാട് പറഞ്ഞു. എത്ര ഉന്നതനാണെങ്കിലും നിയമത്തിന് മുമ്പിൽ അവർ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് നിലപാടെടുത്തു. ഈ പറഞ്ഞ ആൾ തന്നെയാണല്ലോ ഇത് മുമ്പോട്ട് പോകാനുള്ള അനുവാദം ഇൻ ദ സെൻസ് അത് നടപ്പില്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം 13 മണിക്കൂർ ചോദ്യം ചെയ്തോ 26 മണിക്കൂർ ചോദ്യം ചെയ്തോ എന്നുള്ളതെല്ലാം അപ്രസക്തമാണ്. കാരണം ചോദ്യം ചെയ്യുന്നത് 3 പേരെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഒറ്റയ്ക്കും കൂട്ടായിട്ട് ചോദിച്ചത് വീണ്ടും ഒറ്റയ്ക്ക് ചോദിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അവിടെ നമുക്ക് ആർക്കും എന്തുകൊണ്ട് 13 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യർക്കും അറിയാം ഈ സംഭവത്തിന്റെ പുറകിൽ ശ്രീ ദിലീപ് എന്ന നടന്റെ റോൾ എന്താ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. നമ്മൾ ഇവിടുത്തെ ചർച്ചയിൽ തന്നെ, റിപ്പോർട്ടറിൽ വെച്ച ഒരു ചർച്ചയിൽ തന്നെ ശ്രീ ദിലീപിനോട് ചോദിച്ചു, പൾസർ സുനിയെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായി നിഷേധിച്ചു, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതേസമയം മീഡിയ വൺ എന്ന ഒരു ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അവിടെ നിലപാട് ആവർത്തിച്ചു. പക്ഷേ ഈ പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു, മംഗലാപുരത്തും ഗോവയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അറിയണമായിരുന്നു, കൂട്ടുകാരായി എങ്ങനെ എടുക്കണമായിരുന്നു. അന്നേരം ചോദിച്ചോ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല, ലാലു പറഞ്ഞാണെന്ന്. അടുത്ത ദിവസം ലാലു പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അത് കഴിഞ്ഞാണ് പറഞ്ഞു സുനി അറിയില്ല എന്ന് പറഞ്ഞ് സുനിയുമായിട്ട് ഒന്നി നിൽക്കുന്ന ഫോട്ടോ വരുന്നു, പലരുടെയും മൊഴി വരുന്നു.
കത്ത് പുറത്തു വരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ രാജ്യത്ത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു സംശയം നിലനിൽക്കുന്നില്ലേ, ബലപ്പെട്ട സംശയം. ഇത് ദിലീപ് ഇതിനകത്ത് ഒരു കൈയുണ്ട്, കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്ന് സംശയിച്ചാൽ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇമേജിന്റെ പ്രശ്നമല്ല. എത്ര ഉന്നതനാണെങ്കിലും നിയമത്തിന് മുമ്പിൽ തെറ്റ് ചെയ്താൽ കുറ്റക്കാരൻ തന്നെയാണ് ശിക്ഷിക്കപ്പെടും. അതിൽ ഒരു സംശയവുമില്ല. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. പ്രധാനമന്ത്രിയെ പോലും ശിക്ഷിക്കാൻ വേണ്ടി അവസരമുള്ള ഒരു നീതിന്യായ സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദിലീപ് ഒരു നടനാണ്, താരമാണ് എന്നൊന്നും പറഞ്ഞൊന്നും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. അഡ്വക്കേറ്റ് ആളൂർ, എങ്ങനെയാണ് ഈ ഭൂമി കേസുകൾ, ഈ കേസിൽ ഭൂമി ഇടപാടുകൾ ഈ കേസിൽ വരാൻ പോകുന്നത്? ഇപ്പോൾ ഡി സിനിമാസുമായി ബന്ധപ്പെട്ട് ഡി സിനിമാസിന്റെ ഭൂമി ദിലീപ് 8 പേരിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് സർക്കാർ ഭൂമി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ദിലീപ് നടത്തിയ ഭൂമി ഇടപാടുകൾ ഇപ്പോൾ കേസിന്റെ ഭാഗമായി വരികയാണ്. അതെങ്ങനെയാണ് ഈ കേസിൽ ചേർക്കാൻ കഴിയുക? അതോ അത് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ കേസുമായിട്ട് ഈ പറയുന്ന ഭൂമി ഇടപാടിന് യാതൊരു ബന്ധവുമില്ല. കാരണം അന്ന് കളക്ടറുടെ മുന്നിൽ അപേക്ഷ വെച്ച് അപേക്ഷ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഓർഡർ സമ്പാദിച്ചു എന്നാണ് പല മാധ്യമങ്ങളിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് ലാൻഡ് കമ്മീഷണർ അത് മരവിപ്പിച്ചെന്നും ആ നടപടികൾ ശരിയായില്ല, അതിന് അന്വേഷണം യഥാർത്ഥ രീതിയിൽ നടന്നില്ലെന്നും ബഹുമാനായ കളക്ടർ യഥാർത്ഥമായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടതും ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ രേഖകൾ ഉണ്ടാക്കി പറഞ്ഞ ഭൂമി തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കേസായിട്ടാണ് അത് മാറ്റപ്പെടുക. ഈ കേസുമായിട്ടോ ഈ നടിയെ തട്ടിക്കൊണ്ടുപോകുന്ന കേസുമായിട്ടോ യാതൊരു ബന്ധവും ഇതിനില്ല. കുഞ്ഞുമൊയ്തീൻ കുട്ടി സാർ, ഈ ഭൂമി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ കേസുമായി ബന്ധപ്പം നടിയുമായി ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതിൻ്റെ തർക്കത്തിലാണ് ഇവർ തമ്മിൽ തെറ്റിയതെന്നുമാണ് നടി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു ഭൂമി ഇടപാട് ഞാൻ ഉണ്ടായിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ച് തൃപ്തി വരുത്തട്ടെ എന്ന്. അക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ നടിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം വാർത്താക്കുറിപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന കാര്യം പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റ് ഭൂമി ഇടപാടുകൾ ഒരാൾ വീഴുമ്പോൾ സ്വാഭാവികമായും മറ്റ് ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി അന്വേഷിക്കുന്നു എന്ന് മാത്രമേ കരുതാൻ കഴിയൂ. സർക്കംസ്റ്റൻസ് എത്രമാത്രം വികസിപ്പിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന ഈ ദിലീപിൻ്റെ മെൻ്റൽ കണ്ടീഷൻ ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നെല്ലാം സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചും കൂടി ഇതിനകത്ത് ഉണ്ട്. എങ്ങനെ മെൻ്റൽ ഈ പറയുന്ന രീതിയിലുള്ള ഭൂമി ഇടപാടുകൾ നടത്തി കാശ് സമാഹരിക്കുക അല്ലെങ്കിൽ സ്വത്ത് സമാഹരിക്കുക എന്നുള്ളൊരു സ്വഭാവക്കാരനാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത, സാധാരണ പോലീസിൻ്റെ ഒരു വാക്കാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത പ്രതിയാണെന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു സർക്കംസ്റ്റൻസ് കൂട്ടിയണക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് കൺഫ്രണ്ട് ചെയ്യാനായിട്ട് മിസ്റ്റർ ദിലീപിനെ വീണ്ടും ചോദിക്കുകയോ അല്ലെങ്കിൽ വരുന്ന സാക്ഷികളെ വീണ്ടും ചോദിക്കുന്ന സമയത്ത് കൺഫ്രണ്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആയിട്ട് കളക്ഷനാണ് ഈ കാണുന്നത് മുഴുവൻ. അത് മുഴുവൻ കോടതി കൊണ്ടുവന്ന് വെക്കണമെന്നില്ല. കോടതിക്ക് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് റെലവൻ്റ് ആകുന്നതെന്ന് അറിയാൻ ഒക്കുകയില്ല. എങ്ങനെ ദിലീപിന് ഇത്രമാത്രം സ്വത്തുക്കളുണ്ടായി, കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ദിലീപ് എന്ന് തെളിയിക്കാൻ നിരവധി ഉദാഹരണങ്ങൾ പോലീസ് ഇപ്പോൾ കണ്ടെത്തി വരികയാണ്. അഡ്വക്കേറ്റ് ആളൂർ, അഡ്വക്കേറ്റ് ചുവമ്പടത്തിൽ, ഇപ്പോൾ ദിലീപിൻ്റെ കല്യാണം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പോലും പറഞ്ഞത് 10 മണിയുടെ കല്യാണം 8 മണിക്കാണ്, 2ാം കല്യാണം. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണത്. ഒരു കാര്യം പുറത്തേക്ക് അറിയിക്കേണ്ട, വിവാദം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അതിൻ്റെ പേരിൽ പഴികേക്കാൻ പോകുന്നതാണെങ്കിൽ അത് രഹസ്യമാക്കി വെക്കാൻ കഴിയുന്ന ഒരാളാണ് ദിലീപ്. അത്തരം പരിശോധനകളാണോ ഈ ഭൂമി ഇടപാടുകൾ കൊണ്ട്? അല്ല, നീണ്ടകാലത്തെ അനുഭവ സമ്പത്തുള്ള പോലീസിൻ്റെ ഉയർന്ന സ്ഥാനത്തിരുന്ന അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രതിയുടെ മെൻഷറിയ എന്ന് പറയുന്നത്, അതായത് പ്രതി ചേർക്കാൻ പോകും, ഞാൻ അദ്ദേഹം പ്രതി ആണ് എന്നല്ല പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് അന്വേഷണം നടക്കുന്നു, അദ്ദേഹം പോലീസിൻ്റെ ഇതിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികമായ അവസ്ഥയെ സംബന്ധിച്ചും അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ചും അദ്ദേഹം ഒഫൻസസ് ചെയ്യാനുള്ള ഒരു മാനസിക നിലപാടുള്ള വ്യക്തിയാണോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ ചെയ്യുന്നതിലൂടെ തെറ്റുകളെ സംബന്ധിച്ച് അദ്ദേഹം സ്വയം ബോധവാനാണോ എന്നുള്ളൊരു കാര്യം പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നയാൾ ബോധവാന്മാരായിരിക്കില്ല. പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും
ആ ഒരു പകിട്ടിൽ പലപ്പോഴും കുറ്റത്തിൽ നിന്ന് അഡ്വക്കേറ്റ് ആളൂർ അവസാനം ഒരു വാചകത്തിൽ, അതായത് നോക്കൂ, ഡി സിനിമ സംബന്ധിച്ച് കലക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ ഭൂമിയാണെങ്കിൽ തീർച്ചയായും തിരിച്ചുപിടിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിഷയം കുറച്ച് സങ്കീർണമാണ് എന്നും നിരവധി പേരിലൂടെ കൈമാറി വന്ന ഭൂമി ആയതുകൊണ്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട് എന്നുമാണ് ഇന്ന് ഇ ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടുകെട്ടുന്നതിന് ആവശ്യമായുള്ള നടപടിക്രമങ്ങൾ ഭാഗികമായി പൂർത്തിയാക്കുകയും അടുത്ത ദിവസം തന്നെ ഇക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കാൻ ആളെ ഉള്ളിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് എന്ന നിലയിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ, ഒരു ഭൂമി ഇടപാട് കേസ് പോയാൽ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ നീളും. ഇവിടെ അതില്ല. ഒറ്റ ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ട് തീർപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ നിലയിലുള്ള സൗകര്യമുണ്ട് ഒരു മാഫിയയെ കിട്ടിയാൽ. അങ്ങനെ പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഈ സ്ഥലം അളന്ന് കണ്ടുപിടിച്ച് തിട്ടപ്പെടുത്തി ഈ പറയുന്ന രീതിയിൽ അത് അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ എത്ര സെന്റാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതൊക്കെ പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു ജില്ലയുടെ ഏറ്റവും ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. അതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അതിനുശേഷം കൈമാറ്റം ഇതൊക്കെ നടന്നാൽ പോലും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. അതൊക്കെ ആവാം. പക്ഷേ രേഖകളായല്ലോ, ഈ പറയുന്ന രേഖകളൊന്ന് തീർപ്പുണ്ടാക്കി ഒരു കേസ് കെട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ നടക്കാമല്ലോ. ഇപ്പോ അല്പം മുമ്പ് ഒരു മന്ത്രി പറഞ്ഞത് ഡി സിനിമാസ് കണ്ടുകെട്ടാൻ സമയമായിരിക്കുന്നു എന്നാണ്. ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കുവോ നികേഷ്? ഇത്രയും എത്രമാത്രം രേഖകളുള്ള എത്രയോ കേസുകൾ ഇന്നും ഹൈക്കോടതികളിലും ജില്ലാ കോടതികളിലും സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് ആളൂർ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, മുൻ DIG കുഞ്ഞുമൊയ്തീൻകുട്ടി, നേരത്തെ സംസാരിച്ച PC ജോർജ്, ബൈജു കൊട്ടാരക്കര തുടങ്ങിയവർക്കെല്ലാം ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.